സോ അനലോഗ് ആൻഡ് ഡിജിറ്റൽ മോഡുലേഷൻ മൊഡ്യൂൾ 1 ബേസിക് കോൺസെപ്റ്റ്സ് ആണ്. ഇത് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തത് തന്നെയാണ്. ഒരു ടിപ്പിക്കൽ നമ്മളൊരു ഇൻഫർമേഷൻ സോഴ്സ് ആണ് കാണിച്ചിരിക്കുന്നത്. അതായത് നമ്മൾ മെസ്സേജ് സിഗ്നലാണ് ഈ എക്സ് ഓഫ് ടി. ഈ മെസ്സേജ് സിഗ്നലാണ് എക്സ് ഓഫ് ടി. അതിന്റെ ഫ്രീക്വൻസി ഡൊമൈൻ സ്പെക്ട്രം ആണ് ഈ കാണിച്ചിരിക്കുന്നത് എക്സ് ഓഫ് എഫ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഒരു കാരിയർ സിഗ്നൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് മെസ്സേജ് സിഗ്നൽ എന്ന് പറഞ്ഞാൽ വളരെ ലോ ഫ്രീക്വൻസി സിഗ്നലാണ്. നമ്മുടെ മെസ്സേജ് സിഗ്നൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോ ഫ്രീക്വൻസി സിഗ്നലാണ്. സോ ലോ ഫ്രീക്വൻസി സിഗ്നലിനെ നമുക്ക് അങ്ങനെ തന്നെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. സോ അതിന് നമ്മൾ എന്ത് ചെയ്യും? നമ്മളൊരു കാരിയർ സിഗ്നൽ എടുക്കും. കാരിയർ എന്ന് പറഞ്ഞാൽ ഹൈ ഫ്രീക്വൻസി സിഗ്നലാണ്. സോ ഈ കാരിയറിന്റെ ആംപ്ലിറ്റ്യൂഡ് ഇവിടെ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആംപ്ലിറ്റ്യൂഡ്. നമുക്ക് 3 കാര്യം വേരി ചെയ്യാം. കാരിയറിന്റെ ആംപ്ലിറ്റ്യൂഡ് വേരി ചെയ്യാം, ഫേസ് വേരി ചെയ്യാം, ഫ്രീക്വൻസി വേരി ചെയ്യാം. ഇപ്പൊ ആംപ്ലിറ്റ്യൂഡ് വേരി ചെയ്യുന്നുണ്ടെങ്കിൽ ഈ മെസ്സേജ് സിഗ്നൽ, അതായത് ഇവിടെ ഇപ്പം ഈ എക്സ് ഓഫ് ടി ആണ് നമ്മുടെ മെസ്സേജ് സിഗ്നൽ. ഈ എക്സ് ഓഫ് ടിന്റെ ആംപ്ലിറ്റ്യൂഡിന് അക്കോർഡിംഗ് ടു ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് എക്സ് ഓഫ് ടി അല്ലെങ്കിൽ മെസ്സേജ് സിഗ്നൽ ഇഫ് യു ആർ വേരിങ് ദ കാരിയറിന്റെ ആംപ്ലിറ്റ്യൂഡ് നമ്മൾ വേരി ചെയ്യുന്നതാണെങ്കിൽ അവിടെ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ എന്ന് പറയും. നമ്മുടെ കാരിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ ഫ്രീക്വൻസി സിഗ്നലാണ്. അതുകൊണ്ട് തന്നെ അതിന് ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാനും പറ്റും. സോ ഈ ഹൈ ഫ്രീക്വൻസി കാരിയറിന്റെ ആംപ്ലിറ്റ്യൂഡ് നമ്മൾ ഈ മെസ്സേജ് സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡിന് ഇൻ അക്കോർഡൻസ് ഇത് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ അതിന് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ എന്ന് പറയും. നെക്സ്റ്റ് നമ്മളിപ്പോൾ ഈ കാരിയർ സിഗ്നലിന്റെ ഫേസ് ആണ് ചേഞ്ച് ചെയ്യുന്നത് വിത്ത് റെസ്പെക്ട് ടു മെസ്സേജ് സിഗ്നൽ. ഫേസ് ആ ചേഞ്ച് ചെയ്യണമെങ്കിൽ അവിടെ ഫേസ് മോഡുലേഷൻ എന്ന് പറയും. നമ്മളിപ്പോൾ ഫ്രീക്വൻസി ആണ് ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഫ്രീക്വൻസി മോഡുലേഷൻ എന്ന് പറയും. സോ ഈ നമ്മൾ അറിയേണ്ടത് ഈ ഇൻഫർമേഷൻ സോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ മെസ്സേജ് സിഗ്നൽ തന്നെയാണ്. ഇൻഫർമേഷൻ സോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ മെസ്സേജ് സിഗ്നൽ. സോ ഈ കാരിയർ എന്ന് പറയുന്നത് നമ്മുടെ കാരിയർ സിഗ്നൽ. സോ ഇൻഫർമേഷൻ സോഴ്സ് എന്ന് പറയുന്നത് ടിപ്പിക്കലി ഒരു ലോ ഫ്രീക്വൻസി സിഗ്നൽ ആയിരിക്കും. ഇതിനെ ബേസ് ബാൻഡ് സിഗ്നൽ എന്നും കൂടി പറയും. നിങ്ങളിത് എഴുതിക്കെ ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് മോഡുലേഷൻ എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് വൺ ദ ഇൻഫർമേഷൻ സോഴ്സ് or message signal. So this information source is typically a low frequency signal. Information source is typically a low frequency signal, and it is also referred to as baseband signal. It is also referred to as baseband signal. എഴുതുന്നില്ല എല്ലാവരും? ആദിൽ എഴുതുന്നില്ലേ? ഡൊമിനിക്, അശ്വിൻ, വോയിസ് എല്ലാവരും നോട്ട് ചെയ്യുന്നില്ലേ? ഓക്കെ. സോ നമ്മൾ ഈ മോഡുലേഷൻ ചെയ്യുമ്പോൾ നമ്മൾ ഇൻഫർമേഷൻ സോഴ്സ് ഉണ്ടാവും. മെസ്സേജ് സിഗ്നൽ തന്നെയാണ് നമുക്ക് എന്താണോ ട്രാൻസ്മിറ്റ് ചെയ്യേണ്ടത് അതാണ് നമ്മുടെ ഇൻഫർമേഷൻ സോഴ്സ് അല്ലെ മെസ്സേജ് സിഗ്നൽ. സോ ആ മെസ്സേജ് സിഗ്നൽ എന്ന് പറഞ്ഞാൽ യൂഷ്വലി ഒരു ലോ ഫ്രീക്വൻസി സിഗ്നൽ ആയിരിക്കും. സോ ലോ ഫ്രീക്വൻസി സിഗ്നലിന് ആസ് ഇറ്റ് ഈസ് നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം അത് ലോ ഫ്രീക്വൻസിയാണ്. അതിന് ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്മിഷൻ പോസിബിൾ അല്ല. സോ ലോ ഫ്രീക്വൻസിനെ നമ്മൾ മോഡുലേറ്റ് ചെയ്യും. എങ്ങനെ മോഡുലേറ്റ് ചെയ്യും? വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ കാരിയർ. കാരിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂഷ്വലി ഹൈ ഫ്രീക്വൻസി സൈനസോയിഡൽ സിഗ്നലാണ്. കാരിയർ എന്ന് പറഞ്ഞാൽ യൂഷ്വലി ഹൈ ഫ്രീക്വൻസി സിഗ്നലാണ്. സോ ഈ കാരിയറിന്റെ ആംപ്ലിറ്റ്യൂഡ് ഇപ്പൊ നമുക്ക് മോഡുലേഷൻ 3 ടൈപ്സ് ഉണ്ട്. അതിൽ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ ഉണ്ട്, ഫ്രീക്വൻസി മോഡുലേഷൻ ഉണ്ട്, അതേപോലെ തന്നെ ഫേസ് മോഡുലേഷൻ ഉണ്ട്. സോ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ ആണ്. സോ ഈ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷനിൽ നമ്മൾ കാരിയറിന്റെ ആംപ്ലിറ്റ്യൂഡ് ആണ് ചേഞ്ച് ചെയ്യുന്നത് വിത്ത് റെസ്പെക്ട് ടു മെസ്സേജ് സിഗ്നൽ. മെസ്സേജ് സിഗ്നലിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ കാരിയറിന്റെ ആംപ്ലിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യും. സോ ഇവിടെ നമുക്ക് ഈ ഒരു റെപ്രസെന്റേഷൻ ബ്ലോക്ക് ഡയഗ്രാം കാണാം. നമ്മൾ ഈ മോഡുലേറ്ററിലേക്ക് കൊടുക്കുന്നത് ബേസ് ബാൻഡ് സിഗ്നൽ, അതായത് നമ്മുടെ മെസ്സേജ് സിഗ്നലും കാരിയർ സിഗ്നലുമാണ് ഈ മോഡുലേറ്ററിലേക്ക് ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്നത്. ആൻഡ് ദ ഔട്ട്പുട്ട് ഓഫ് ദ മോഡുലേറ്റർ എന്ന് പറഞ്ഞാൽ മോഡുലേറ്റഡ് സിഗ്നലാണ്. നമ്മൾ ഇൻപുട്ട് മോഡുലേറ്ററിന്റെ 2 ഇൻപുട്ട് എന്തൊക്കെയാ? ബേസ് ബാൻഡ് സിഗ്നലും കാരിയർ സിഗ്നലും. ബേസ് ബാൻഡ് സിഗ്നൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒറിജിനൽ ഇൻഫർമേഷൻ അല്ലെങ്കിൽ മെസ്സേജ് സിഗ്നൽ തന്നെയാണ് ബേസ് ബാൻഡ് സിഗ്നൽ എന്നും പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ കാരിയർ സിഗ്നലാണ്. സോ ഈ 2 ഇൻപുട്ട് നമ്മളൊരു മോഡുലേറ്ററിലേക്ക് കൊടുക്കും.
മോഡുലേറ്ററിന്റെ ഔട്ട്പുട്ടാണ് മോഡുലേറ്റഡ് സിഗ്നൽ. സോ ഈ മോഡുലേറ്റഡ് സിഗ്നലിലെ സം പാരാമീറ്റർ ഓഫ് ദ കാരിയർ ലൈക്ക് ആംപ്ലിറ്റ്യൂഡും ചേഞ്ച് ചെയ്യാം, ഫ്രീക്വൻസിയും ചേഞ്ച് ചെയ്യാം, ഫേസും ചേഞ്ച് ചെയ്യാം, ഈസ് വേരിഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ബേസ് ബാൻഡ് സിഗ്നൽ. സോ അങ്ങനെ കിട്ടുന്ന സിഗ്നലാണ് മോഡുലേറ്റഡ് സിഗ്നൽ. നമ്മുടെ കാരിയർ സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡോ ഫേസോ ഫ്രീക്വൻസിയോ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു ബേസ് ബാൻഡ് സിഗ്നൽ ചേഞ്ച് ചെയ്യും. അങ്ങനെ ചേഞ്ച് ചെയ്ത് കിട്ടുന്ന സിഗ്നലാണ് മോഡുലേറ്റഡ് സിഗ്നൽ എന്ന് പറയുന്നത്. സോ ഇത്രയും ക്ലിയർ ആണോ? ക്ലിയർ ആണോ? എല്ലാവരും ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. റെസ്പോണ്ട് ചെയ്തേ ബോയ്സ്. ഡൊമിനിക് 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 ഓക്കെ. സോ ഫസ്റ്റ് നമ്മൾ ഈ അനലോഗ് മോഡുലേഷനിൽ നേരത്തെ പറഞ്ഞ വേർഡ്സ് തന്നെയാണ്. ഇൻ ദിസ് മോഡുലേഷൻ ഈ കണ്ടിന്യൂസ്ലി വേരിയിങ് സൈൻ വേവ് ഈസ് യൂസ്ഡ് ആസ് എ കാരിയർ വേവ് ദാറ്റ് മോഡുലേറ്റ്സ് ദ മെസ്സേജ് സിഗ്നൽ ഓർ ഡാറ്റ സിഗ്നൽ. സോ നമ്മളൊരു കാരിയർ വേവ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ മെസ്സേജ് സിഗ്നലിനെ മോഡുലേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഡാറ്റ സിഗ്നലിനെ മോഡുലേറ്റ് ചെയ്യുന്നത് ഒരു കാരിയർ വേവ് യൂസ് ചെയ്തിട്ടാണ്. ആൻഡ് ദ sinusoidal wave general function have three parameters that can be altered to get modulation, and they are mainly amplitude, frequency, phase. So this type of modulation, so the type of analog modulation can be amplitude modulation, frequency modulation, phase modulation. ഇപ്പോൾ മുന്നേ ഡിസ്കസ് ചെയ്ത പോയിന്റ്സ് തന്നെയാണ് നമ്മൾ മോഡുലേഷൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ കാരിയർ വേവിന്റെ ഈ പറഞ്ഞ 3 പാരാമീറ്റേഴ്സ് ഓൾട്ടർ ചെയ്തിട്ടാണ്. ഐദർ വി ക്യാൻ ഓൾട്ടർ ദ ആംപ്ലിറ്റ്യൂഡ് ഓർ ഫ്രീക്വൻസി ഓർ ഫേസ്. സോ നമ്മൾ ഓൾട്ടർ ചെയ്തതിനനുസരിച്ചിട്ട് നമുക്ക് അനലോഗ് മോഡുലേഷന് 3 കാറ്റഗറീസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ കാരിയർ വേവിന്റെ ആംപ്ലിറ്റ്യൂഡാ ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ വി സേ ദാറ്റ് ഇറ്റ്സ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ. ഇനി കാരിയർ വേവിന്റെ ഫ്രീക്വൻസിയാ ചേഞ്ച് ചെയ്യുന്നുണ്ട്, ഫ്രീക്വൻസി മോഡുലേഷൻ. ഇനി കാരിയറിന്റെ ഫേസാ ചേഞ്ച് ചെയ്യുന്നത് ഫേസ് മോഡുലേഷൻ. സോ നേരത്തെ ഡിസ്കസ് ചെയ്ത അതേ പോയിന്റ്സ് ആണ്. സോ മോഡുലേഷൻ ടെക്നിക്കിൽ 2 ടൈപ്സ് ഉണ്ട്. ബേസിക്കലി ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ ഉണ്ട്. ഈ ഫ്രീക്വൻസി ആൻഡ് ഫേസ് മോഡുലേഷൻ ടുഗദർ ക്യാൻ ബി കോൾഡ് ആസ് ആംഗിൾ മോഡുലേഷൻ എന്നും പറയാം. അതായത് മോഡുലേഷൻ ടെക്നിക്കിൽ 2 ടൈപ്പ് ഓഫ് മോഡുലേഷൻ ടെക്നിക് ഉണ്ട്. അനലോഗ് മോഡുലേഷൻ ടെക്നിക്. സോ അതിലുള്ളത് ഫസ്റ്റ് വൺ ആണ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ, സെക്കൻഡ് വൺ ഈസ് ആംഗിൾ മോഡുലേഷൻ. ആംഗിൾ മോഡുലേഷനിൽ തന്നെ 2 കാറ്റഗറീസിൽ വരുന്നതാണ് ദിസ് ഫ്രീക്വൻസി ആൻഡ് ഫേസ് മോഡുലേഷൻ എന്ന് പറയുന്നത്. സോ ഇത്രയും ക്ലിയർ ആണല്ലോ. നിങ്ങൾ ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച ഈ സ്ലൈഡ്, എന്നിട്ട് ഇതെല്ലാം നോട്ടിൽ ഉണ്ടായിരിക്കണം. ഇതൊക്കെ നിങ്ങളുടെ നോട്ട്ബുക്കിൽ ഉണ്ടായിരിക്കണം. ഈ സ്ലൈഡ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ. അതിന് മുന്നേ ഈ വേണമെങ്കിൽ ഈ ഫസ്റ്റ് സ്ലൈഡും ഒന്ന് ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തോ. എല്ലാവരും എടുത്തു കഴിഞ്ഞോ? എടുത്തോ? സോ നമ്മൾ ഫസ്റ്റ് ടൈപ്പ് ഓഫ് അനലോഗ് മോഡുലേഷനിലേക്ക് പോവുകയാണ്. ദാറ്റ് ഇസ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ. സോ ഈ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷനകത്ത് എന്താ നടക്കുന്നത്? ഇൻ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ കാരിയർ വേവ് ഈസ് വേരിഡ് ഇൻ പ്രപ്പോർഷൻ ടു ദ മെസ്സേജ് സിഗ്നൽ. മെസ്സേജ് സിഗ്നലിന് പ്രപ്പോർഷൻ ആയിട്ട് നമ്മൾ ആംപ്ലിറ്റ്യൂഡാ ചേഞ്ച് ചെയ്യുന്നത്. എന്തിന്റെ ആംപ്ലിറ്റ്യൂഡാ ചേഞ്ച് ചെയ്യുന്നത്? കാരിയറിന്റെ ആംപ്ലിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യും. ഇതിൻ്റെ അകത്ത് ഫ്രീക്വൻസിയും ഫേസ് ഒക്കെ കാരിയറിന്റെ അതന്നെയായിരിക്കും. അതായത് കാരിയറിന്റെ ഫ്രീക്വൻസിയോ ഫേസോ ഒന്നും ചേഞ്ച് ആവില്ല, അതെല്ലാം കോൺസ്റ്റന്റ് തന്നെ ആയിരിക്കും. എന്താണോ കാരിയറിന്റെ ഫ്രീക്വൻസിയും ഫേസ് അത് തന്നെയായിരിക്കും നമ്മൾ മോഡുലേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് വരുന്ന മോഡുലേറ്റഡ് സിഗ്നലിന്റെ ഫ്രീക്വൻസിയും ഫേസും. പക്ഷെ ഇവിടെ ചേഞ്ച് ചെയ്യുന്നത് ഇതിപ്പം നമ്മളെ സിഗ്നൽ ടു ബി മോഡുലേറ്റഡ്, അതായത് മെസ്സേജ് സിഗ്നലാണ് ഈ കാണിച്ചിരിക്കുന്നത് ഫസ്റ്റ് വൺ. ഇത് നമ്മളെ കാരിയർ സിഗ്നൽ. സോ ഈ വരുന്ന ഈ തേർഡ് ഡയഗ്രാം ആണ് നമ്മളെ മോഡുലേറ്റഡ് സിഗ്നൽ. സോ ഇതിനകത്ത് നമുക്ക് കാണാം ഈ കാരിയറിന്റെ ഈ സെക്കൻഡ് ഫിഗറിന്റെ ആംപ്ലിറ്റ്യൂഡിൽ മാത്രമേ ചേഞ്ച് വന്നിട്ടുള്ളൂ. ഈ സെക്കൻഡ്, അതായത് കാരിയർ സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡിൽ മാത്രമേ ചേഞ്ച് വന്നിട്ടുള്ളൂ. ആംപ്ലിറ്റ്യൂഡിൽ എങ്ങനെയാണ് ചേഞ്ച് വന്നിരിക്കുന്നത്? ആസ് പെർ ദ മെസ്സേജ് സിഗ്നൽ. മെസ്സേജ് സിഗ്നൽ എങ്ങനെയാണോ, മെസ്സേജ് സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡ് എങ്ങനെയാണോ ആ ഒരു ബേസിലാണ് ഈ കാരിയറിന്റെ ആംപ്ലിറ്റ്യൂഡിൽ ചേഞ്ച് വന്നിരിക്കുന്നത്. കാരിയറിന്റെ ഫ്രീക്വൻസിയോ ഫേസോ ഇവിടെ ചേഞ്ച് ഇല്ല. So this amplitude modulation, in amplitude modulation, the amplitude of the carrier wave is varied in proportion to the message signal, and other factors like frequency and phase remain constant. Frequency, phase ഒക്കെ ഇവിടെ കോൺസ്റ്റന്റ് ആണ്. ആൻഡ് ഈ ഒരു ടൈപ്പ് ഓഫ് മോഡുലേഷൻ എന്ന് പറഞ്ഞാൽ സിംപ്ലസ്റ്റ് ടൈപ്പ് ഓഫ് മോഡുലേഷൻ ആണ്, സിംപ്ലസ്റ്റ് ഫോം ഓഫ് മോഡുലേഷൻ ആണ്.
where amplitude of the carrier wave is modulated by analog signal known as modulating signal. കാരിയേഴ്സ് അല്ലെങ്കിൽ കാരിയർ സിഗ്നൽ എന്ന് പറയും. ഈ കാരിയർ സിഗ്നൽ തന്നെയാണ് മോഡുലേറ്റിംഗ് സിഗ്നൽ എന്ന് പറയുന്നത്. സോ നമുക്കിവിടെ കൺസിഡർ ചെയ്യാം മോഡുലേറ്റിംഗ് വേവ് ഫോമിന്റെ ഇക്വേഷൻ എം ഓഫ് ടി എന്ന് പറയുന്നത് എ എം സൈൻ ഒമേഗ 2 π ωmt എന്നാണ് എടുക്കാം. കാരിയർ സിഗ്നലിന്റെ ഇസ് ഗിവൺ ബൈ സി ഓഫ് ടി ഇസ് ഇക്വൽ ടു എ സി സൈൻ 2 ω സി ടി എന്ന് പറയുന്നത് എടുക്കാം. സോ ഈ ഇക്വേഷൻ ഫോർ ദ മോഡുലേറ്റഡ് സിഗ്നൽ y ഓഫ് ടി എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ സി പ്ലസ് എം ഓഫ് ടി പ്ലസ് സൈൻ എ സി പ്ലസ് എം ഓഫ് ടി ഇൻറ്റു സൈൻ 2 ωc ടി. ഇത്ര ഇക്വേഷൻ നിങ്ങൾ എഴുതിയേക്കാം. അത് പറയാം നെക്സ്റ്റ് ഫിഗറിലോട്ടേക്ക് വരുമ്പം പറയാം. അതായത് നമ്മളെ മെസ്സേജ് സിഗ്നൽ എം ഓഫ് ടി എന്ന് പറയുന്നത് എ എം സൈൻ ഒമേഗ ടി ആണ് കൺസിഡർ ചെയ്യാം. ഒമേഗ എം ആണ് അതിന്റെ ഫ്രീക്വൻസി, മെസ്സേജ് സിഗ്നലിന്റെ ഫ്രീക്വൻസി. ഇനി കാരിയർ സിഗ്നൽ സി ഓഫ് ടി എന്ന് പറയുന്നത് എ സി സൈൻ ഒമേഗ സി ടി ആണ് കൺസിഡർ ചെയ്യാം. ഒമേഗ സി ആണ് അതിന്റെ ഫ്രീക്വൻസി. സോ നമ്മൾ ഈ വൈ ഓഫ് ടി എടുക്കുന്ന സമയത്ത്, അതായത് മോഡുലേറ്റഡ് ഔട്ട്പുട്ട് ആകുന്ന സമയത്ത് അതിന്റെ, അതായത് നമ്മളിപ്പോൾ കാരിയറിന്റെ ആംപ്ലിറ്റ്യൂഡ് ആണല്ലോ ചേഞ്ച് ചെയ്യുന്നത്. സോ കാരിയറിന്റെ ആംപ്ലിറ്റ്യൂഡിൽ മാത്രമേ ചേഞ്ച് വരൂ, ഫ്രീക്വൻസിയിലോ ഫേസിലോ ചേഞ്ച് ചെയ്തിട്ടുള്ളൂ. അപ്പൊ നമുക്കറിയാം ഈ വൈ ഓഫ് ടി എന്ന് പറഞ്ഞാൽ മോഡുലേറ്റഡ് സിഗ്നൽ ആണ്. സോ അതിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് കാരിയറിന്റെ ഫ്രീക്വൻസി തന്നെയായിരിക്കും, അതായത് ഒമേഗ സി ആയിരിക്കും. പക്ഷെ അതിന്റെ ആംപ്ലിറ്റ്യൂഡിൽ ചേഞ്ച് വരും. നമുക്കത് എടുക്കാം എ ഡാഷ് എന്ന് പറഞ്ഞിട്ട് അതിന്റെ ആംപ്ലിറ്റ്യൂഡ് ഡിനോട്ട് ചെയ്യുന്നതാണെങ്കിൽ എ ഡാഷ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഈ കാരിയറിന്റെ ആംപ്ലിറ്റ്യൂഡ്, അതായത് ഈ എ സി ആണ് നമ്മളിവിടെ ആംപ്ലിറ്റ്യൂഡ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. എ എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡുലേറ്റിംഗ് സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡ്, എ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരിയർ സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡ് ആണ്. സോ ഈ നമ്മൾ മോഡുലേറ്റ് ചെയ്ത് കിട്ടുന്ന സിഗ്നൽ, അതായത് മോഡുലേറ്റഡ് ഔട്ട്പുട്ട് സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡിൽ മാത്രമേ ചേഞ്ച് വരും. കാരിയറിന്റെ അതേ ഫ്രീക്വൻസി തന്നെയായിരിക്കും ഈ മോഡുലേറ്റഡ് സിഗ്നലിന്റെ ഔട്ട്പുട്ടിൽ വരുന്നത്. സോ നെക്സ്റ്റ് ഔട്ട്പുട്ട് വൈ ഓഫ് ടി എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി എ സി പ്ലസ് എം ഓഫ് ടി, മെസ്സേജ് സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡ് ഇൻറ്റു സൈൻ ഒമേഗ സി ടി. സോ ഈ എ ഡാഷിലാണ്, ഈ ഒരു എ ഡാഷ് കോമ്പോണന്റ് ആണ് ചേഞ്ച് വരുന്നത് ആംപ്ലിറ്റ്യൂഡ്. ബാക്കിയൊക്കെ ഈ സി ഓഫ് ടിക്ക് സെയിം ആണ്. അത് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. സോ ഇതിൽ പറഞ്ഞിരിക്കുന്ന ഇതാണ് നമ്മളെ മെസ്സേജ് സിഗ്നൽ എം ഓഫ് ടി. അതിന്റെ ആംപ്ലിറ്റ്യൂഡ് എ എമ്മും മൈനസ് എ എം. ഇതാണ് നമ്മളെ എം ഓഫ് ടി. നിങ്ങൾ എഴുതിക്കേ, വിച്ച് ഈസ് മെസ്സേജ് സിഗ്നൽ ഇക്വൽ ടു, ഇതൊരു എ എം ആണ് അതിന്റെ ആംപ്ലിറ്റ്യൂഡ്, സൈൻ ഒമേഗ എം ടി. ഒമേഗ എന്ന് പറയുന്നത് ഫ്രീക്വൻസി. നെക്സ്റ്റ് ഇതൊരു ലോ ഫ്രീക്വൻസി സിഗ്നൽ ആണ്. സോ അതിനെ മോഡുലേറ്റ് ചെയ്യണം. സോ വി ആർ ടേക്കിംഗ് ഒരു കാരിയർ സിഗ്നൽ നമ്മൾ എടുക്കുന്ന, ഒരു ഹൈ ഫ്രീക്വൻസി കാരിയർ സിഗ്നൽ എടുക്കുന്ന, ഇതാണ് കാരിയർ സിഗ്നൽ സി ഓഫ് ടി. അതിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എ സിയും മൈനസ് എ സി. സോ ഈ കാരിയർ സിഗ്നൽ സി ഓഫ് ടി എന്ന് പറയുന്നത് ഇറ്റ്സ് ഈക്വൽ ടു, ഇത് കാരിയർ സിഗ്നൽ ആണ്. സോ അതെന്ന് പറഞ്ഞാൽ എന്താ വരിക, എ സി ഇൻറ്റു സൈൻ ഒമേഗ സി ടി അല്ലേ. ഇനി നമുക്ക് മോഡുലേറ്റഡ് സിഗ്നലാണ് കിട്ടണ്ടേ. മോഡുലേറ്റഡ് സിഗ്നൽ വൈ ഓഫ് ടി എന്ന് പറയുമ്പോൾ എന്താ, അതിന്റെ ആംപ്ലിറ്റ്യൂഡിൽ മാത്രമേ ചേഞ്ച് വരുന്നുള്ളൂ. കാരിയർ സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യും വിത്ത് റെസ്പെക്ട് ടു ഈ മെസ്സേജ് സിഗ്നൽ. അപ്പം കാരിയർ സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡിൽ ചേഞ്ച് വരും, ഫ്രീക്വൻസിയും ഫേസ് ഒക്കെ സെയിം ആയിരിക്കും. ഫ്രീക്വൻസി സിഗ്നൽ ഫേസ് ഒക്കെ സെയിം ആയിരിക്കും. അപ്പം നമുക്ക് പറയാം കാരിയർ സിഗ്നൽ, ഇതിപ്പോൾ നമ്മൾ കാരിയർ സിഗ്നലായി കൺസിഡർ ചെയ്യാം. സോ അതിന്റെ ആംപ്ലിറ്റ്യൂഡിൽ ചേഞ്ച് വന്നു. അപ്പം നമുക്ക് മനസ്സിലായി ഇപ്പം ആംപ്ലിറ്റ്യൂഡ് എ സി അല്ല, ഒരു പുതിയൊരു ആംപ്ലിറ്റ്യൂഡ് അതിന് വന്നു. ലെറ്റ് us denote as എ ഡാഷ്. അതിന്റെ ഫ്രീക്വൻസിയിലും ഫേസിലോ ചേഞ്ച് ഇല്ല. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, we can write sin omega ct, same that as of carrier. കാരിയർ സിഗ്നലിനെയാണ് നമ്മൾ ചേഞ്ച് ചെയ്യുന്നത് വിത്ത് റെസ്പെക്ട് ടു മെസ്സേജ് സിഗ്നൽ.
സോ ഈ കാരിയർ സിഗ്നൽ ആംപ്ലിറ്റ്യൂഡിലാണ് ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ആംപ്ലിറ്റ്യൂഡ് നമ്മൾ എ സി എന്നുള്ളത് എ ഡാഷ് ആക്കി മാറ്റി. ഫ്രീക്വൻസിയിലോ ഫേസിലോ ചേഞ്ച് വരുന്നില്ല. സോ സൈൻ ഒമേഗ സി ടി തന്നെ ആക്കി. ഇനി നമുക്ക് കാണാം. ഇതാണ് നമ്മളെ വൈ ഓഫ് ടി. വൈ ഓഫ് ടി ആണ് നമ്മളെ മോഡുലേറ്റഡ് സിഗ്നൽ എന്ന് പറയുന്നത്. സോ മോഡുലേറ്റഡ് സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡ് എങ്ങനെയായിരിക്കും? മോഡുലേറ്റഡ് സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡ് എ സി, അതായത് കാരിയർ സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡ് പ്ലസ് മെസ്സേജ് സിഗ്നൽ ഇൻറ്റു സൈൻ ഒമേഗ സി ടി അല്ലേ? കാരിയർ സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്തായി മാറി? കാരിയർ സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡ് മെസ്സേജ് സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡ് പോലെ ആയി മാറി. സോ ദിസ് എ ഡാഷ് എന്ന് പറയുന്നത് എ സി പ്ലസ് എം ഓഫ് ടി. എം ഓഫ് ടി എന്ന് പറഞ്ഞാൽ മെസ്സേജ് സിഗ്നൽ ആണ്. ഇൻറ്റു സൈൻ ഒമേഗ സി ടി ആയി. സോ നമുക്കിനി എം ഓഫ് ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എം ഓഫ് ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്തായി മാറി? എ സി പ്ലസ് എ എം സൈൻ ഒമേഗ എം ടി ഹോൾ ഇൻറ്റു സൈൻ ഒമേഗ സി ടി അല്ലേ? ഇങ്ങനെ എഴുതിക്കൂടെ? സോ അതായത് എം ഓഫ് ടിന്റെ ഈ ഒരു ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് ഡിനോട്ട് ചെയ്യുക, ഇത് ഇക്വേഷൻ നമ്പർ 2 ആയിട്ട് ഡിനോട്ട് ചെയ്യുക, ആൻഡ് ഇത് 3 ആയിട്ട് ഡിനോട്ട് ചെയ്യാം. സോ ഈ തേർഡ് ഇക്വേഷനിൽ നമ്മൾ ഈ എം ഓഫ് ടിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. നെക്സ്റ്റ് നമ്മൾ ഇതിൻ്റെ അകത്ത് എ സി പുറത്തെടുക്കുക. എ സി പുറത്തെടുക്കുമ്പോൾ എന്ത് വന്ന്? എ എം ബൈ എ സി സൈൻ ഒമേഗ എം ടി ഇൻറ്റു സൈൻ ഒമേഗ സി ടി. സൈൻ ഒമേഗ സി ടി നിങ്ങൾ എഴുതുന്നുണ്ടോ? സോ ഈ ഒരു ഇതിൻ്റെ അകത്ത് നമുക്കൊരു ടേം കിട്ടി, എ എം ബൈ എ സി. ഇവിടെ കാണാം ഉള്ളിലൊരു എ എം ബൈ എ സി എന്ന് പറഞ്ഞ ടേം ഇല്ലേ? ആ എ എം ബൈ എ സി എന്ന് പറഞ്ഞ ടേം ആണ് നമ്മളെ മോഡുലേഷൻ ഇൻഡെക്സ് എന്ന് പറയുന്നത്. മോഡുലേഷൻ ഇൻഡെക്സ്. ഈ മോഡുലേഷൻ ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അതൊരു റേഷ്യോ ആണ്. എന്തിന്റെ റേഷ്യോ? ആംപ്ലിറ്റ്യൂഡ് ഓഫ് മോഡുലേറ്റിംഗ് സിഗ്നലും ആംപ്ലിറ്റ്യൂഡ് ഓഫ് കാരിയർ സിഗ്നലിന്റെ ഒരു റേഷ്യോ ആണ് ഈ മോഡുലേഷൻ ഇൻഡെക്സ്. അതിനെ നമുക്ക് മ്യൂ ആയിട്ട് ഡിനോട്ട് ചെയ്യാം. സോ നമുക്ക് എന്താ, എ എം ബൈ എ സി മ്യൂ ആണെന്ന് പറഞ്ഞു. സോ നമുക്ക് ഈ ഇക്വേഷൻ എങ്ങനെ എഴുതാം? വൈ ഓഫ് ടി എന്ന് പറയുന്നത് എ സി ഇൻറ്റു 1 പ്ലസ് മ്യൂ സൈൻ ഒമേഗ എം ടി സൈൻ ഒമേഗ സി ടി. എഴുതിക്കൂടെ? സോ ഇത്രയും എല്ലാ ആൾക്കാരും എഴുതിയോ? എല്ലാവരും എഴുതിയോ? ബോയ്സ് എഴുതിയോ? ബോയ്സ് ആദിൽ, അശ്വിൻ, ഡൊമിനിക്. ഓക്കെ. സോ ഈ സ്ലൈഡ് ഞാൻ ക്ലിയർ ചെയ്യാൻ പോകുന്നതാണ്. അല്ലേ വേണം നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോകാം. ഓക്കെ. സോ നമുക്കിവിടെ വൈ ഓഫ് ടി എന്തായി കിട്ടി? വൈ ഓഫ് ടി ഈസ് ഈക്വൽ ടു എ സി ഇൻറ്റു 1 പ്ലസ് മ്യൂ സൈൻ ഒമേഗ എം ടി ഇൻറ്റു സൈൻ ഒമേഗ സി ടി. ഇങ്ങനെ കിട്ടിയില്ലേ? ഇനി നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ഇതിനെ ഓപ്പൺ ചെയ്യാം, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. അപ്പം എന്ത് വന്നു? എ സി സൈൻ ഒമേഗ സി ടി പ്ലസ് എ സി മ്യൂ ഇൻറ്റു സൈൻ ഒമേഗ എം ടി സൈൻ ഒമേഗ സി ടി. ജസ്റ്റ് ഒന്ന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് എഴുതിയേ ഉള്ളൂ. സോ ഈ ഇത് നമുക്ക് സൈൻ ഒമേഗ എം ടി സൈൻ ഒമേഗ സി ടിനെ നമുക്ക് കോസ് എ മൈനസ് ബിയും കോസ് എ പ്ലസ് ബിന്റെ ഫോമിലേക്ക് മാറ്റാം. സോ അങ്ങനെ മാറ്റുമ്പോൾ എന്ത് വരും?
എ സി സൈൻ ഒമേഗ സി ടി പ്ലസ് എ സി മ്യൂ ബൈ 2 ഇൻറ്റു കോസ് ഒമേഗ സി മൈനസ് ഒമേഗ എം ഇൻറ്റു ടി മൈനസ് എ സി മ്യൂ ബൈ 2 കോസ് ഒമേഗ സി പ്ലസ് ഒമേഗ എം ഇൻറ്റു ടി. നിങ്ങളിത് കൂടെ എഴുതണേ, കൂടെ എഴുതണം. സോ ഇതാണ് നമ്മൾ ഫൈനൽ എ എമ്മിൻ്റെ ഇക്വേഷൻ. ഈ ഒരു ഇക്വേഷൻ ആണ്, ജസ്റ്റ് ഒന്ന് ബോക്സിൽ ഇട്ട് വെച്ചോ. ഇതാണ് നമ്മുടെ ഫൈനൽ എ എമ്മിൻ്റെ ഇക്വേഷൻ. നമ്മൾ ജസ്റ്റ് ഒന്ന് ബ്രാക്കറ്റ് ഓപ്പണിങ് ചെയ്തു, പിന്നെ സൈൻ എ സൈൻ ബിൻ്റെ ഫോമിൽ 2 സൈൻ എ സൈൻ ബിൻ്റെ ഇക്വേഷൻ വെച്ചിട്ട് നമ്മളിതിനെ മാറ്റി എഴുതി. സോ ഇതിൽ നമുക്ക് 3 ടേംസ് കാണാം. ഇത് ഫസ്റ്റ് ടേം, ഇത് നമ്മുടെ സെക്കൻഡ് ടേം, ഇത് നമ്മുടെ തേർഡ് ടേം. അതായത് 3 ഫ്രീക്വൻസി കോമ്പണൻസ് കാണാം ഇവിടെ. 3 ഫ്രീക്വൻസി കോമ്പണൻറ്റ്. ഫസ്റ്റ് ഫ്രീക്വൻസി കോമ്പണൻറ്റ് എന്താ? ഒമേഗ സി. സെക്കൻഡ് ഫ്രീക്വൻസി കോമ്പണൻ്റ് ആണ് ഒമേഗ സി മൈനസ് ഒമേഗ എം. ആൻഡ് തേർഡ് ഫ്രീക്വൻസി കോമ്പണൻ്റ് ആണ് ഒമേഗ സി പ്ലസ് ഒമേഗ എം. അങ്ങനെ 3 ഫ്രീക്വൻസി കോമ്പണൻസ് കാണാം. ഈ 3 ഫ്രീക്വൻസി കോമ്പണൻസും നമുക്ക് എങ്ങനെ പറയാം? ഇത് നമ്മളെ കാരിയർ സിഗ്നലിന്റെ ഫ്രീക്വൻസിയാണ്. ഈ ഒമേഗ സി എന്ന് പറയുന്നത് നമുക്കറിയാം കാരിയർ സിഗ്നലിന്റെ ഫ്രീക്വൻസിയാണ്. ഈ ഒമേഗ സി മൈനസ് ഒമേഗ എമ്മും ഒമേഗ സി പ്ലസ് ഒമേഗ എമ്മും സൈഡ് ബാൻഡ് ഫ്രീക്വൻസിയാണ്. ഇത് രണ്ടും സൈഡ് ബാൻഡ് ഫ്രീക്വൻസിയാണ്. നമുക്ക് y ഓഫ് ടി കിട്ടി, അതിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്തു. 2 സൈൻ എ സൈൻ ബിന്റെ ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ അതിനെ മാറ്റി ചെയ്തപ്പോൾ നമുക്ക് 3 ഫ്രീക്വൻസി കോമ്പോണന്റ് ഉള്ള ഒരു ടേമിൽ കിട്ടി. അതായത് y ഓഫ് ടി, നമ്മുടെ മോഡുലേറ്റഡ് സിഗ്നൽ ആണ് ഈ y ഓഫ് ടി എന്ന് പറയുന്നത്. മോഡുലേറ്റഡ് സിഗ്നലിന് നമുക്ക് 3 ഫ്രീക്വൻസി കോമ്പോണൻസ് ആയിട്ടുള്ള ഒരു ടേം ആക്കി കിട്ടി. അതിൽ ഫസ്റ്റ് ടേം ഒമേഗ സി എന്ന് പറയുന്നത് നമ്മുടെ കാരിയർ സിഗ്നലിന്റെ ഫ്രീക്വൻസി തന്നെയാണ്. സെക്കൻഡ് ടേം എന്ന് പറയുന്നത് നമ്മുടെ സൈഡ് ബാൻഡ് ഫ്രീക്വൻസിയാണ്. ഈ സൈഡ് ബാൻഡ് ഫ്രീക്വൻസി തന്നെ 2 സൈഡ് ബാൻഡ്സ് നമുക്ക് ഇവിടെ കാണാം. ഈ ഫസ്റ്റ് വൺ ആണ് ലോവർ സൈഡ് ബാൻഡ്, ലോവർ സൈഡ് ബാൻഡ് ഫ്രീക്വൻസി. ആൻഡ് സെക്കൻഡ് വൺ ആണ് അപ്പർ സൈഡ് ബാൻഡ് ഫ്രീക്വൻസി. ഈ അപ്പം നമുക്ക് മനസ്സിലായി, ഇത് ഫ്രീക്വൻസി നമ്മൾ പറഞ്ഞു. ഈ 3 ടേമിനും 3 ഡിഫറെന്റ് ഫ്രീക്വൻസി ഉണ്ട്. ഫസ്റ്റ് ടേമിന്റെ ഒമേഗ സി ആണ് ഫ്രീക്വൻസി. സെക്കൻഡ് ടേമിന്റെ ഒമേഗ സി മൈനസ് ഒമേഗ എം ആണ് ഫ്രീക്വൻസി. ആൻഡ് തേർഡ് ടേമിന്റെ ഒമേഗ സി പ്ലസ് ഒമേഗ എം ആണ്. ഇനി നമ്മൾ ഇപ്പൊ ആംപ്ലിറ്റ്യൂഡ് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ടേം, അതായത് എ സി എന്ന് പറയുന്നത് എന്താ? കാരിയറിന്റെ ആംപ്ലിറ്റ്യൂഡാണ്. കാരിയറിന്റെ ആംപ്ലിറ്റ്യൂഡാണ് എ സി അല്ലേ? ദിസ് എ സി ഇൻറ്റു മ്യൂ ബൈ 2, ഈ അതായത് സൈഡ് ബാൻഡിന്റെ ആംപ്ലിറ്റ്യൂഡാണ് ദിസ് എ സി മ്യൂ ബൈ 2 എന്ന് പറയുന്നത് സൈഡ് ബാൻഡിന്റെ ആംപ്ലിറ്റ്യൂഡാണ്. സൈഡ് ബാൻഡിന്റെ ആംപ്ലിറ്റ്യൂഡാണ്. സോ നമ്മളിപ്പോൾ ഒരു സ്പെക്ട്രം വരക്കുവാണെങ്കിൽ, ഫ്രീക്വൻസി സ്പെക്ട്രാണ്, ഈ സ്പെക്ട്രം വരക്കുവാണെങ്കിൽ നമുക്ക് ഒമേഗ സി എന്ന് പറയുന്ന ഒരു ഫ്രീക്വൻസിയിലുണ്ട്, അതായത് നമ്മളെ കാരിയർ, അതിന്റെ ആംപ്ലിറ്റ്യൂഡ് നമ്മൾ പറഞ്ഞു എ സി ആണ്. ഒമേഗ സി, അതിന്റെ ആംപ്ലിറ്റ്യൂഡ് എ സി. അതുപോലെ തന്നെ നെക്സ്റ്റ് 2 ടേം വരക്കുവാണെങ്കിൽ അത് 2 സൈഡ് ബാൻഡ്സ് ആണ്. സോ ഫസ്റ്റ് വൺ നമുക്കറിയാം ഒമേഗ സി മൈനസ് ഒമേഗ എമ്മിൽ ഒരു കോമ്പോണന്റ് ഉണ്ട്. അതിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് എ സി മ്യൂ ബൈ 2 ആണ്. അതേപോലെ തന്നെ നമുക്കിവിടെ ഒമേഗ സി പ്ലസ് ഒമേഗ എമ്മിൽ വേറൊരു കോമ്പോണന്റ്, അതിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഒമേഗ സി മ്യൂ ബൈ 2 ആണ്. ഇത് നമ്മളെ എക്സ് ആക്സിസിൽ ഫ്രീക്വൻസി ഉണ്ട്, വൈ ആക്സിസിൽ ആംപ്ലിറ്റ്യൂഡ് ഉണ്ട്. സോ നമുക്കറിയാം എ സി മ്യൂ ബൈ 2 നമുക്ക് എന്തായിട്ട് എഴുതാൻ? മ്യൂ എന്ന് പറഞ്ഞാൽ എന്താ? മ്യൂ എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞേ? മ്യൂ എന്ന് പറഞ്ഞാൽ എന്താ? ആരെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യും. മ്യൂ എന്ന് പറഞ്ഞാൽ എന്താ? ആരെങ്കിലും പേര് വിളിക്കുന്നതിന് മുന്നേ ആരെങ്കിലും ഒരാൾ ആൻസർ പറഞ്ഞു. എ എം ബൈ എ സി. ഓക്കെ, അതാണ് നമ്മളെ മോഡുലേഷൻ ഇൻഡെക്സ് ആണ് മ്യൂ. സോ എന്താ? എ എം ബൈ എ സി ആണ് മ്യൂ അല്ലേ?
അപ്പം ബൈ ടു. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഈ എ സി മ്യൂ ബൈ ടുവിന് എ എം ബൈ ടുന്നും എഴുതിക്കൂടെ? സോ ഒമേഗ സി, അതായത് കാരിയർ സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡ് എ സിയും സൈഡ് ബാൻഡ് സിഗ്നൽസിന്റെ ആംപ്ലിറ്റ്യൂഡ് എ സി മ്യൂ ബൈ ടു അല്ലെങ്കിൽ എ എം ബൈ ടു ആയിട്ട് നമുക്ക് ഒപ്റ്റെയിൻ ചെയ്തു. സോ ഈ ത്രീ നമ്മളിവിടെ മൂന്ന്, ഈ പറഞ്ഞ മൂന്ന് കോമ്പോണൻസ് ആണ് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. നമ്മളിവിടെ നമ്മൾ ഫ്രീക്വൻസി സ്പെക്ട്രം നോക്കുവാണെങ്കിൽ ഒമേഗ സിയും ഒമേഗ സി പ്ലസ് ഒമേഗ എമ്മും ഒമേഗ സി മൈനസ് ഒമേഗ എമ്മും, നമ്മൾ മൂന്ന് സിഗ്നൽസ് ആണ് ഇന്ന് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. കാരിയർ സിഗ്നലും ട്രാൻസ്മിറ്റ് ചെയ്യും, അതിന്റെ കൂടെ തന്നെ സൈഡ് ബാൻഡ് സിഗ്നൽസും ട്രാൻസ്മിറ്റ് ചെയ്യും. എ എമ്മിൻ്റെ അകത്ത് ഇതൊരു സിംഗിൾ ടോൺ ആണ്, ഇത് ആംപ്ലിറ്റ്യൂഡ് ആണ്, ഇത് ഫ്രീക്വൻസി ആണ്, ഇതിന്റെ എ സി ആണ്, ഇതിന്റെ എ സി മ്യൂ ബൈ ടു ഓൾസോ ഈക്വൽ ടു എ എം ബൈ ടു. സോ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഈ മൂന്ന് കോമ്പോണൻസും ട്രാൻസ്മിറ്റ് ചെയ്യും. പക്ഷെ നമുക്കറിയാം ഈ ഒമേഗ സീൻ്റെ അപ്പുറം ഒന്നുമില്ല, അതായത് മെസ്സേജ് സിഗ്നൽ എം ഓഫ് ടിന്റെ ഒരു കണ്ടന്റും ഇല്ല. ഒമേഗ സി എന്ന് പറഞ്ഞാൽ കാരിയർ സിഗ്നലിനകത്ത് നമ്മുടെ മെസ്സേജ് സിഗ്നലിലുള്ള ഒരു ഇൻഫർമേഷനും ഈ ഒമേഗ സീനകത്ത് ഇല്ല. കാരണം നമ്മുടെ മെസ്സേജ് സിഗ്നൽ എന്തായിരുന്നു? എ സി സൈൻ ഒമേഗ എം ടി ആയിരുന്നു. സോ ഇതിലുള്ള ഒരു എ എം സൈൻ ഒമേഗ എം ടി ആയിരിക്കും. സോ ഇതിലുള്ള ഒരു ഇൻഫർമേഷനും ഈ കാരിയർ സിഗ്നലിനകത്തില്ല. അത് ഈ ഒമേഗ മീൻസ് ഒമേഗ സിന്റെ ഫ്രീക്വൻസിയിൽ ഇല്ല. അപ്പൊ ഈ ഒരു സംഭവം ഇത് ട്രാൻസ്മിറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഹൈ പവർ വേണം. ഈ സിഗ്നലിനകത്ത്, ഈ കാരിയർ സിഗ്നലിൻ്റെ അകത്ത് നമ്മുടെ മെസ്സേജ് സിഗ്നലിൽ ഒരു ഇൻഫർമേഷനും ഇല്ല. സോ ഈ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ്റെ അകത്ത്, ഈ സിംഗിൾ ടോൺ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ്റെ അകത്ത് ഉള്ളൊരു ഡിസഡ്വാൻറ്റേജസ് ആണ്, നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ മൂന്ന് കോമ്പോണൻസ് ഫ്രീക്വൻസി കോമ്പോണൻറ്റ് ട്രാൻസ്മിറ്റ് ചെയ്യും. ഈ മൂന്ന് ഫ്രീക്വൻസി കോമ്പോണൻറ്റിൽ ഈ നടുക്കത്തെ ഈ കാരിയർ ഫ്രീക്വൻസി കോമ്പോണൻറ്റിൽ നമുക്ക് വേണ്ടത് ഒരു ഇൻഫർമേഷനും ഇല്ല. അപ്പൊ അതിന് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വേസ്റ്റ് ഓഫ് പവർ അല്ലേ, പവർ വേസ്റ്റേജ്. പവർ വേസ്റ്റേജ് ആണ്, അതിന്റെ ആവശ്യമില്ല, നമ്മൾ അതിന് ട്രാൻസ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ അതായിരുന്നു അതിന്റെ ഫസ്റ്റ് ഡിസഡ്വാൻറ്റേജ്. അതായിരുന്നു അതിന്റെ ഫസ്റ്റ് ഈ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ, സിംഗിൾ ടോൺ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ. ഇനി മൾട്ടി ടോൺ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ എന്താന്ന് നോക്കാം. അപ്പൊ അത് മനസ്സിലാക്കി നിങ്ങൾക്ക് ഇതെന്താ ഉദ്ദേശിക്കുന്നത് തിരിയും. അപ്പം ഈ ഒരു നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ ഈ മൂന്ന് ഫ്രീക്വൻസി കോമ്പോണന്റ് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യും. പക്ഷേ ഈ ഒമേഗ സി കാരിയർ സിഗ്നലിനകത്ത് നമ്മുടെ മെസ്സേജ് സിഗ്നലിന്റെ ഒരു ഇൻഫർമേഷനും ഇല്ല. സോ ഈ ഒരു ഒമേഗ സി എന്ന് പറഞ്ഞ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഒരു പവർ വേസ്റ്റേജ് ആണ്. പവർ വേസ്റ്റേജ് ആണ്. ദാറ്റ് ഈസ് ഈ എ എം സെൻസ് എ സി സൈൻ ഒമേഗ ടി, അതായത് എ സി സൈൻ ഒമേഗ സി ടി എന്ന് പറഞ്ഞ സാധനം സെൻഡ് ചെയ്യും. നേരെ മറിച്ച് ഇതിൽ സൈഡ് ബാൻഡിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒമേഗ എം ഉണ്ട്, ഒമേഗ എം ഉണ്ട്. സോ അതിൻ്റെ അകത്ത് നമ്മൾ ഇൻഫർമേഷൻസ് ഉണ്ട്, ഇൻഫർമേഷൻസ് അതിൻ്റെ ഉണ്ട്. സോ ഈ നടുക്കേറ്റ് ഈ ഒമേഗ സി ട്രാൻസ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ അത് പവർ വേസ്റ്റേജ് ആണ്. അതാണ് ഇതിന്റെ ആദ്യത്തെ ഡിസഡ്വാൻറ്റേജ്. നെക്സ്റ്റ് ഇതിന്റെ ബാൻഡ് വിഡ്ത്ത് ചെക്ക് ചെയ്യുകയാണെങ്കിൽ സ്പെക്ട്രം ഒന്നും കൂടി വരക്കുവാണെങ്കിൽ ഒമേഗ സി മൈനസ് ഒമേഗ എം, ഒമേഗ സി പ്ലസ് ഒമേഗ എം, ഇത് ഫ്രീക്വൻസി, ഇത് ആംപ്ലിറ്റ്യൂഡ്, ഇത് എ സി എ എം ബൈ ടു, എ എം ബൈ ടു. ഇതിന്റെ ബാൻഡ് വിഡ്ത്ത് ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഇതാണ് ഇതിന്റെ ബാൻഡ് വിഡ്ത്ത്, ടോട്ടൽ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത്. സോ ബാൻഡ് വിഡ്ത്ത് എന്താ ഇക്വേഷൻ? ബാൻഡ് വിഡ്ത്ത് ഈസ് ഈക്വൽ ടു ഒമേഗ സി മൈനസ് ഒമേഗ എം പ്ലസ് ഒമേഗ സി പ്ലസ് ഒമേഗ എം. ബാൻഡ് വിഡ്ത്ത് എന്തായിട്ട് കിട്ടും? ബാൻഡ് വിഡ്ത്ത് എന്തായിട്ട് കിട്ടും? ടു ഒമേഗ എം ആയിട്ട് കിട്ടും. സോ ഇതെന്ന് പറഞ്ഞ ഒരു ഹയർ ബാൻഡ് വിഡ്ത്ത് ആണ്. ഇതെന്ന് പറഞ്ഞ ഒരു ഹയർ ബാൻഡ് വിഡ്ത്ത് ആണ്. സോറി, ഇത് തിരിച്ചെഴുതിയാൽ മതി. ബാൻഡ് വിഡ്ത്ത് ഈസ് ഈക്വൽ ടു ഒമേഗ സി പ്ലസ് ഒമേഗ എം
മൈനസ് ഒമേഗ സി ബാൻഡ് വിഡ്ത്ത് എഴുതുവാണെങ്കിൽ ഒമേഗ സി പ്ലസ് ഒമേഗ എം മൈനസ് ഒമേഗ സി മൈനസ് ഒമേഗ എം. സോ ബാൻഡ് വിഡ്ത്ത് എന്തായി ഇവിടെ? ബാൻഡ് വിഡ്ത്ത് എന്തായി? 2 ഒമേഗ എം ഐ. 2 ഒമേഗ എം ഐ. സോ നമ്മളെ മോഡുലേറ്റിംഗ് സിഗ്നലിന്റെ ബാൻഡ് വിഡ്ത്ത് എത്രയായിരുന്നു? മോഡുലേറ്റിംഗ് സിഗ്നലിന്റെ ബാൻഡ് വിഡ്ത്ത് നമുക്കറിയാം ഒമേഗ എം ആയിരുന്നു. പക്ഷെ അതായത് മെസ്സേജ് സിഗ്നലിന്റെ ബാൻഡ് വിഡ്ത്ത് ഒമേഗ എം ആയിരുന്നു. പക്ഷെ നമ്മളിപ്പം y ഓഫ് ടി മോഡുലേറ്റഡ് സിഗ്നലിന്റെ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് ട്വൈസ് ആയി, ഡബിൾ ആയി. ദാറ്റ് ഈസ് 2 ഒമേഗ എം ഐ. മോഡുലേറ്റഡ് സിഗ്നലിന്റെ ബാൻഡ് വിഡ്ത്ത് ഡബിൾ ആയി, ദാറ്റ് ഈസ് 2 ഒമേഗ എം ഐ. സോ ബാൻഡ് വിഡ്ത്ത് എന്തായി? ഒറിജിനൽ സിഗ്നലിനെക്കാട്ടി ഡബിൾ ആയി. സോ ഹയർ എമൗണ്ട് ഓഫ് പവർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതിന് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഇതായിരുന്നു AMലുള്ള രണ്ട് പ്രശ്നങ്ങൾ. ഒന്ന് പറഞ്ഞാൽ ബാൻഡ് വിഡ്ത്ത് ഡബിൾ ആയി, സെക്കൻഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ കാരിയർ സിഗ്നലും കൂടി അയക്കുന്നുണ്ട്, ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്. ഈ കാരിയർ സിഗ്നലിനകത്ത് മെസ്സേജ് സിഗ്നലിന്റെ ഒരു ഇൻഫർമേഷൻസും ഇല്ല. സോ അവിടെ പവർ വേസ്റ്റേജ് ആയിരുന്നു. സോ ബാൻഡ് വിഡ്ത്ത് ഡബിൾ ആയി, ബാൻഡ് വിഡ്ത്ത് ഗോട്ട് ഡബിൾ. പിന്നെ അതേപോലെ തന്നെ കാരിയർ സിഗ്നൽ does not contain any information. Carrier signal does not contain any information. And this carrier signal is transmitted. അതായത് രണ്ട് ഡിസഡ്വാൻറ്റേജ്. സോ ഈ ഒരു പ്രോബ്ലം ഒഴിവാക്കാൻ വേണ്ടി നിങ്ങളിപ്പോൾ ജസ്റ്റ് ഇവിടെ നോട്ട് ചെയ്തോ, ഈ ഒരു പ്രോബ്ലം ഒഴിവാക്കാൻ വേണ്ടി ഡെവലപ്പ് ചെയ്ത ടെക്നിക് ആയിരുന്നു ഈ ഡബിൾ സൈഡ് ബാൻഡ് suppressed carrier. Double sideband suppressed carrier and single sideband suppressed carrier. അത് DSB SCU SSB SCU DSB SCU SSB SCU. സോ അതെന്താണെന്ന് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. അത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയാനുണ്ട്. DSB-SCന്റെയും SSB-SCന്റെയും ഒക്കെ ട്രാൻസ്മിറ്റർ റിസീവർ ഒക്കെ പറയാനുണ്ട്. സോ എത്ര എല്ലാവർക്കും മനസ്സിലായി എടുക്കുന്നു. ഇനി നെക്സ്റ്റ് നമുക്ക് AM സിഗ്നലിന്റെ ട്രാൻസ്മിറ്റഡ് പവർ എത്രയാണെന്ന് നോക്കാം. അതിന്റെ എഫിഷ്യൻസി, അതിന്റെ റിഡൻഡൻസി ചെക്ക് ചെയ്യാം. AM സിഗ്നലിന്റെ ട്രാൻസ്മിറ്റഡ് പവർ നമ്മളെ y ഓഫ് ടി എന്ന് പറയുന്നത് നമുക്കറിയാം AC സൈൻ ഒമേഗ സി ടി പ്ലസ് AC മ്യൂ ബൈ 2 ഇൻറ്റു സൈൻ ഓഫ് ഒമേഗ സി മൈനസ് ഒമേഗ എം ഇൻറ്റു ടി പ്ലസ് AC മ്യൂ ബൈ 2 ഇൻറ്റു സൈൻ ഓഫ് ഒമേഗ സി മൈനസ് പ്ലസ് ഒമേഗ എം ഇൻറ്റു ടി. ഇതായത് നമ്മളെ y ഓഫ് ടി അല്ലെങ്കിൽ മോഡുലേറ്റഡ് സിഗ്നൽ. സോ ട്രാൻസ്മിറ്റഡ് സിഗ്നലിന്റെ പവർ എന്ന് പറയുന്നത് PT ആയിട്ട് വെക്കാം. അതായത് ടോട്ടൽ ട്രാൻസ്മിറ്റഡ് പവർ. ടോട്ടൽ ട്രാൻസ്മിറ്റഡ് പവർ PT ഈസ് ഈക്വൽ ടു പവർ ഓഫ് ദിസ്. ഇത് നമ്മുടെ കാരിയർ, ഇത് നമ്മുടെ ലോവർ സൈഡ് ബാൻഡും LSB-യും, ഇത് നമ്മുടെ അപ്പർ സൈഡ് ബാൻഡും. ഇത് നമ്മുടെ LSB, ഇത് നമ്മുടെ USB, ഇത് നമ്മുടെ കാരിയർ. സോ അപ്പൊ നമുക്കിവിടെ പവർ ടോട്ടൽ എന്ന് പറയുന്നത് കാരിയറിന്റെ പവർ PT പ്ലസ് സൈഡ് ബാൻഡിന്റെ പവർ PLSB പ്ലസ് അപ്പർ സൈഡ് ബാൻഡിന്റെ പവർ. ഈ മൂന്നിന്റെ പവർ ആണ് നമുക്ക് ഈ ടോട്ടൽ പവർ PT എന്ന് കിട്ടുന്നത്. സോ ഈ PC എന്ന് പറയുന്നത് കാരിയറിന്റെ പവർ എത്രയാ? കാരിയറിന്റെ പവർ എന്ന് പറഞ്ഞാൽ അതിന്റെ ആംപ്ലിറ്റ്യൂഡ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ആണ്. ദാറ്റ് ഈസ് AC സ്ക്വയർ ഡിവൈഡഡ് ബൈ 2. അതുപോലെ LSB സൈഡ് ബാൻഡിന്റെ പവർ എത്രയാ? അതിന്റെ ആംപ്ലിറ്റ്യൂഡ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ആണ്. സോ ഇതിന്റെ ആംപ്ലിറ്റ്യൂഡ് എത്രയാ? ഇതിന്റെ ആംപ്ലിറ്റ്യൂഡ് AC മ്യൂ ഡിവൈഡഡ് ബൈ 2 ദ ഹോൾ സ്ക്വയർ ആണ് അതിന്റെ ആംപ്ലിറ്റ്യൂഡ്, അത് ഡിവൈഡഡ് ബൈ 2. സെയിം ആണ് PUSB ക്കും.
എ സി മ്യൂ 2 ഡിവൈഡഡ് ബൈ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 അല്ലേ? ഇനി നിങ്ങൾ എന്ത് വേണം, നെക്സ്റ്റ് ക്ലാസ്സിന് വരുന്ന സമയത്ത് ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് ഈ ടോട്ടൽ പവർ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഒന്നുമില്ല, ഈ ടോട്ടൽ പവർ എന്ന് പറഞ്ഞാൽ ഈ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യുക, ഇത് മൊത്തം ആഡ് ചെയ്തിട്ട് ടോട്ടൽ പവർ എത്രയാണെന്ന് ഫൈൻഡ് ചെയ്തിട്ട് വരണം. മനസ്സിലായല്ലോ? എല്ലാം തന്നിട്ടുണ്ട്, പി സി തന്നിട്ടുണ്ട്, കാരിയർ പവർ തന്നിട്ടുണ്ട്, പവർ എൽ എസ് ബി തന്നിട്ടുണ്ട്, പവർ യു എസ് ബി തന്നിട്ടുണ്ട്. ഇത് മൊത്തം ആഡ് ചെയ്താൽ ടോട്ടൽ പവർ പി ടി കിട്ടും. സോ ഈ ടോട്ടൽ പവർ പി ടി ഒബ്റ്റെയിൻ ചെയ്തിട്ട് നെക്സ്റ്റ് ക്ലാസ്സിന് വരുമ്പോൾ വരണം.